Hi Fisher Doctors. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കമന്റ് ബോക്സിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ കിട്ടും അല്ലെങ്കിൽ മിസ് എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് ഞാൻ ഇന്ന കാറ്റഗറിയാണ് എനിക്ക് അഗ്രികൾച്ചർ കിട്ടുമോ കാരണം റീനീറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ എല്ലാവരുടെയും കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് എൻ്റെ സ്കോർ വെച്ചിട്ട് എനിക്ക് MBBS കിട്ടില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു മറ്റ് ഓപ്ഷൻസിലേക്ക് നോക്കുന്നത് അപ്പോൾ മക്കൾ ആലോചിക്കുക നമ്മൾ ഓൾ ഓവർ കട്ട് ഓഫ് ഒന്ന് നോക്കാം ഇപ്പം മിസ് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത് കേരളത്തിൽ ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റിന് ഒരു 570 പ്ലസ് ഓ മൈനസ് 10 ആണ് നമ്മുടെ റാങ്ക് പറയുന്നത് പക്ഷെ ഞാൻ പറയാം അത് 570 പ്ലസ് തന്നെ ആവുള്ളൂ ദാറ്റ് ഇസ് 570 പ്ലസ് ഓർ 580 പ്ലസ് ഒക്കെ വരാം കാരണം ഒരുപാട് കുട്ടികൾ ഈ റേഞ്ചിലുള്ളവർ വരും അപ്പം നിങ്ങൾക്ക് ഒരു MBBS സീറ്റ് കിട്ടാൻ നിങ്ങൾക്ക് ഈ സ്കോർ വേണം നൗ കമ്മിങ് ടു BDS ഒരു 540 അബവ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 540 അബവ് ആയിരിക്കും BDSന്റെ സ്കോർ അഗെയിൻ ഇതൊരു 10 റാങ്ക്സ് മുകളിൽ പോകാം പിന്നെ വെറ്റിനറി ഒരു 520 അബവ് 520 ടു 530 അബവ് ആയിരിക്കും വെറ്റിനറി കിട്ടാനുള്ള സ്കോർ കമ്മിങ് ടു അഗ്രികൾച്ചർ 470 അബവ് ആണ് ജനറലിന് നമ്മൾ വിചാരിക്കുന്ന സ്കോർ അപ്പം മറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾ അതിൽ നിന്ന് ഓരോ റാങ്ക് ഇപ്പം EWS OBC പിന്നെ SC ST മക്കളൊക്കെ ഒരു 10-15 റാങ്ക്സ് താഴേക്ക് മാർക്സ് താഴേക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റേഞ്ച് ഓഫ് സ്കോർ കിട്ടും എന്നാലും ഈ വർഷം അഗെയിൻ ഒരുപാട് നമ്പർ ഓഫ് ആസ്പിരൻസ് ഉണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അപ്പം ഈ ഒരു മാർക്ക് റേഞ്ചിൽ വരുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പം അതനുസരിച്ചിട്ട് കട്ട് ഓഫിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പം അഗ്രികൾച്ചർ കിട്ടിയല്ലോ 470 അബവ് നൗ കമ്മിങ് ടു BAMS ഒരു 400 ആൻഡ് അബവ് ആയിരിക്കും ആൻഡ് ഫോർ ജനറൽ കാറ്റഗറി ഇൻ കേരള ആൻഡ് BHMS ഒരു 380 പ്ലസ് ആയിരിക്കും കേരളത്തിൽ കിട്ടാനുള്ള റാങ്ക് അപ്പോൾ പ്ലസ് ഓർ മൈനസ് അഗെയിൻ ഞാൻ പറയുന്നു ഇപ്രാവശ്യം മൈനസ് നോക്കണ്ട മുകളിലേക്ക് മാത്രമേ മാർക്ക് പോവുകയുള്ളൂ കാരണം നമ്പർ ഓഫ് ആസ്പിരൻസ് കൂടുതലാണ് അപ്പോൾ ഓരോ കാറ്റഗറിയിലും കാൻഡിഡേറ്റ്സ് ഇത്രയും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് സോ ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ നിങ്ങൾ അപ്പം ഇത്രേ ചെയ്യാനുള്ളൂ നിങ്ങൾ ഒരു കാറ്റഗറിയിലുള്ള സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള കുട്ടിയാണെങ്കിൽ മിസ് ഈ പറഞ്ഞ ജനറലിൻ്റെ സ്കോറിൽ നിന്നും കുറച്ച് മാർക്കുകൾ കുറച്ച് താഴേക്കുള്ള റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് admission labikya. Apo, I hope this information was useful and for more updates, stay tuned to Xylem NEET YouTube channel. Good luck.